മൂവാറ്റുപുഴ ഖടാതി പള്ളിയിൽ ആചാര വെടിക്കിടെ അപകടമുണ്ടായിരിക്കുന്നു. ഒരാൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കതിന നിറയ്ക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അബ്ദുൾ റഹീം വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അബ്ദുൾ, ഈ സംഭവം എപ്പോഴായിരുന്നു, എന്താണ് ഉണ്ടായിട്ടുള്ളത്? സംഗീത, ഇന്ന് രാവിലെ 8:45 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഖടാതിപ്പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആചാര വെടിക്കായി കതിന നിറയ്ക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ സംഭവ സ്ഥലത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആളുകൾ, ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി തഹസിൽദാർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. സർ, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച്? ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഇവർ പറയുന്ന വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവർ കതിന നിറച്ചുകൊണ്ടിരുന്നപ്പോൾ എക്സ്പ്ലോഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു കതിന പൊട്ടി എന്നാണ് പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞത്. ഒരു കതിന പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനൽ പൊട്ടിത്തെറിച്ച് അവിടെ കല്ലറ നിങ്ങൾ കണ്ടു കാണും. കല്ലറ പൊളിഞ്ഞിട്ടുണ്ട്, കല്ലറ വരെ പൊളിഞ്ഞിട്ടുണ്ട്. അത് വന്ന് ഇടിച്ച്. അപ്പോൾ എക്സ്പ്ലോഷൻ മാസീവായിട്ടുള്ളൊരു എക്സ്പ്ലോഷനാണ്. ഒരു കതിന മാത്രം പൊട്ടി എന്നുള്ളത് തോന്നുന്നില്ല. ഇവിടെ കുറേ കതിനകളുണ്ട്, ഒരെണ്ണം പൊട്ടാൻ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട് ഒന്നുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പ്ലോഷൻ നടന്നേക്കണേ. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് വരുന്നേ ഉള്ളൂ. അത് എടുക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളത് പറയാം. എൻ്റെ ഈ ലൈസൻസ് കാര്യങ്ങളൊക്കെ അതെല്ലാം ചെക്ക് ചെയ്യണം. ലൈസൻസ് ഉണ്ടോ, ഇവർക്ക് കതിന നിറയ്ക്കാൻ വെടിമരുന്ന് സൂക്ഷിക്കാനുള്ള ലൈസൻസ് ഉണ്ട്, അതിൻ്റെ എക്സ്പ്ലോസീവ്സിൻ്റെ ലൈസൻസ് വേണം നമുക്ക്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ളൊരു കമ്മിറ്റി ഓഫീസിൻ്റെ തൊട്ട് താഴെ ഇത്തരത്തിൽ അപകടകരമായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ റിപ്പോർട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഡിസ്ട്രിക്ട് കളക്ടർക്ക് നമ്മൾ കൊടുക്കും. അത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് തീരുമാനിക്കും. ഇവിടുന്ന് പോലീസിൻ്റെ റിപ്പോർട്ടും പോകും. അത് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. സംഗീത, അത് തന്നെയാണ്, വലിയ രീതിയിലുള്ളൊരു അപകടം സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ അദ്ദേഹം ഇവിടെ പരിശോധന നടത്തുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത് അങ്ങനെയാണ്. അതായത് വലിയ രീതിയിൽ തന്നെ, അതായത് ഈ ഒരു കെട്ടിടത്തിനുള്ളിലാണ് ഈ കതിന നിറച്ചിരുന്നത്. സ്വാഭാവികമായും ഇതിനുള്ളിലുള്ള, അതായത് ഇതിൻ്റെ ഭിത്തികളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, പൂർണ്ണമായും പൊട്ടിപ്പോയ സാഹചര്യമാണ്. ഇന്ന് രാവിലെ 8:45 അപകടം നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പള്ളിയാണ്. പള്ളിയിൽ കുർബാന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. മറ്റ് ഈ പറയുന്നത് പോലെ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി ഉണ്ടായില്ല എന്ന് തന്നെയാണ് വലിയൊരു ആശ്വാസകരമായ കാര്യം. നിലവിൽ ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം ഈ തരത്തിൽ തന്നെ, അതായത് റിപ്പോർട്ടുകളും മറ്റും നൽകിയതിനു ശേഷമായിരിക്കും എന്താണ് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വരികയുള്ളൂ എന്നുള്ളതാണ് ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. സംഗീത, തീർച്ചയായും അബ്ദുൾ, എന്താണെങ്കിലും വലിയ രീതിയിൽ ഒരു വലിയ അപകടം അത് തലനാരിഴയ്ക്ക് ഒഴിവായി പോയിട്ടുണ്ട്. പക്ഷേ ഒരാളുടെ മരണം സംഭവിച്ചിട്ടുമുണ്ട്. അബ്ദുൾ റഹീമാണ് അവിടെ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.